ഞാൻ പറയട്ടെ, ഒരു തവണ നിങ്ങളോട് പറഞ്ഞല്ലോ, മണ്ണാർക്കാടിൻ്റെ പൊതുജീവിതത്തിൽ പാലക്കാടിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിന്ന് പാലക്കാട് ജില്ലയുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ മേഖലയിൽ നിന്ന് എന്നെ പറിച്ചു കളയാനൊന്നും കഴിയില്ല. അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം. എന്നെ പറിച്ചു മാറ്റാനാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ ജീവിതത്തിൻ്റെ സുദീർഘമായ ഒരു വസന്തകാലമാകെ ഞാൻ പൊതു രാഷ്ട്രീയ രംഗത്ത് നിന്നയാളാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് പാതിരാത്രിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും വരെ കടുത്ത കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരോട് അറപ്പുണ്ടായിരുന്നൊരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പല സന്ദർഭങ്ങളിലും പിന്നെ നാട്ടിലുള്ള പല സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരുന്ന ഒരു തീരുമാനങ്ങൾ എടുത്തിരുന്നൊരു വീടാണ്. ആ വീട് കോൺഗ്രസിൻ്റെ ഒരു കേന്ദ്രമായിരുന്നൊരു കാലഘട്ടം. അന്നാണ് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ SFI പ്രസ്ഥാനത്തിലൂടെ വരുന്നത്. ആ കാലം മുതൽ ഉള്ളൊരു ബന്ധം എനിക്കില്ല. പിന്നെ മണ്ണാർക്കാട് പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായി. മണ്ണാർക്കാട് നിങ്ങൾക്ക് പിന്നെ എന്നെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ ആളുണ്ട്. എതിർക്കുന്നവരുമായ ആളുകൾക്കുൾപ്പെടെ അങ്ങനെ എന്നെ അങ്ങ് മാച്ചു കളയാൻ സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ചു. പക്ഷെ അത് പാർട്ടി മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ അതിനൊന്നും ഞാൻ ഉത്തരം പറയുന്നില്ല. ഇപ്പം ചുമതലയല്ലല്ലോ ഞാൻ നിർവഹിക്കുന്നത്. ഞാൻ ചുമതല നിർവഹിക്കുന്നില്ലല്ലോ. ഇപ്പം ഞാനൊരു പാർട്ടി അംഗത്തിൻ്റെ ചുമതലയിലേ നിർവഹിക്കുന്നത്. ഒരു പാർട്ടി അംഗത്തിൻ്റെ ചുമതല എന്താണോ അതല്ലേ നിർവഹിക്കേണ്ടത്. അങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ. പുതുതലമുറ അങ്ങോട്ട് നീതി കാണിച്ചില്ല, അംഗീകരിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ? പുതിയ തലമുറ എന്നെ അംഗീകരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പുതിയ തലമുറയിലെ നല്ല പൊട്ടൻഷ്യൽ യൂത്ത് ഉണ്ട്. ആ പൊട്ടൻഷ്യൽ യൂത്തിനെ ആയുസ്സിലൊരിക്കലും ഞാൻ തള്ളിക്കളയില്ല. ആ പൊട്ടൻഷ്യൽ യൂത്ത് എന്നെയും തള്ളിക്കളയില്ല. പൊട്ടൻഷ്യൽ യൂത്ത്, നല്ല ക്വാളിറ്റിയുള്ള യൂത്ത് ഞാൻ എടുത്തു പറയുന്നു. ക്വാളിറ്റി ഉള്ള യൂത്ത് ഏതാണ്, ക്വാളിറ്റി ഇല്ലാത്ത യൂത്ത് ഏതാണ്? യു തിങ്ക് ആൻഡ് യു ഡിസൈഡ്. അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ സാധാരണക്കാരെ പോലെയല്ല. സാധാരണ ആളുകൾക്ക് 2 കണ്ണേ ഉള്ളൂ, നിങ്ങൾക്ക് 4 കണ്ണുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാം വെറുതെ ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ കഥകൾ ഉണ്ടാക്കിയില്ലേ? വെറുതെ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. പാർട്ടി പറഞ്ഞ മത്സരിക്കും. നമുക്കിതൊക്കെ ഇപ്പം ഞാൻ പിന്നെ നിങ്ങളിപ്പോൾ ആ വക ചോദ്യങ്ങളൊന്നും അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലേ. പാർട്ടിയോട് കൂടെ ഉണ്ടാവും. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കില്ലേ. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുകയാണല്ലോ. ഞാൻ നാളെ ഞാനും നിങ്ങളുമൊക്കെ പിന്നെ ഈ നാട്ടിലുണ്ടാകുമോ അതോ നാളെ ഹിമാലയത്തിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ എങ്ങനെ പറയാം? ചോദിക്കുന്ന ചോദ്യം എന്താ? ഓക്കെ.